പ്രതിഭേട്ട വീണ്ടും സ്വാഗതം. ആയിക്കോട്ടെ, സ്വാഗതം. എത്തിയിരിക്കുകയാണ്. താങ്ക് യു. അത്ഭുത ദ്വീപിലെ നമ്മുടെ കൂട്ടുകാരനാണ്. അതെ, യുദ്ധത്തിനൊക്കെ പോണ ആളാ കുതിരപ്പുറത്ത്. ആ ഒരുപാട് സന്തോഷം ചേട്ടാ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എൻ്റെ ഇൻസ്പിറേഷൻ, അതായത് എൻ്റെ റോൾ മോഡൽ പക്രു ചേട്ടനാണെന്ന് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ സ്റ്റാർ ഇമിറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കൈയ്യടി കിട്ടുന്നത് പക്രു ചേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്. ഈ ഒരു മുഹൂർത്തം ഞാൻ പാഴാക്കി കളഞ്ഞാൽ അത്ര എളുപ്പം മറ്റൊരിടത്ത് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ശബ്ദം ഒന്ന് അനുകരിക്കാം. പക്രു ചേട്ടൻ്റെ അതെ. എടാ എടാ ഗന്ധർവ, എൻ്റെ പെണ്ണിനെ തള പട്ടി ദേ മാതുല. ആ ഗന്ധർവൻ എൻ്റെ പെണ്ണിനെ അങ്ങോട്ട് പോണു. എടാ ബാബു, എടാ എടാ എന്നെ കൂടെ ഇറക്കിക്കൊണ്ട് പോടാ. ഇപ്പൊ ഞാൻ കുറെ ബേസ് കിട്ടു തുടങ്ങിയിട്ടുണ്ട്. ആണോ? അത് ഞാൻ പഠിച്ചോളോ. അത് പഠിക്കണം. അപ്പൊ പ്രതിഭ നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് അടിപൊളിയാക്കണം. ആയിക്കോട്ടെ. പ്രതിഭേട്ട അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. തകർക്ക. ഓക്കെ. അതുപോലെ നമസ്കാരം, ഞാൻ കൊച്ചു പ്രദീപ്. ഞാൻ എൻ്റെ പെരുമ്പാവൂരാൻ കഥകളുടെ 2ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു കലാകാരൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. രമേശ് ചേട്ടനൊക്കെ അറിയായിരിക്കും. വിജയൻ എന്നാണ് ചേട്ടൻ്റെ പേര്, കല്ലമ്പലം വിജയൻ എന്ന് പറയാം. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ കുറച്ച് കഥകളാണ്. പുള്ളിയുടെ അനുവാദം ഉണ്ടല്ലോ അല്ലേ? അനുവാദമുണ്ട്. അതെ, അല്ലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പിക്കണം. ഒറിജിനൽ പേര് പറഞ്ഞിട്ടേ എനിക്കും കൂടെ മേടിച്ചു തരുന്നു. തന്നെ മേടിക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലി അക്ബർ സാറിൻ്റെ. അപ്പോൾ ഇദ്ദേഹം ചെന്ന് കണ്ടു. വിജയ് ചേട്ടൻ അവിടെ ഒരു ക്യാരക്ടർ കൊടുത്തു, ചായക്കടക്കാരൻ്റെ റോളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തു, സൂപ്പറായി. ഇപ്പോൾ 2ാമത്തെ ദിവസം പുള്ളിയുടെ അന്നത്തെ ആ സീൻ കഴിഞ്ഞു. 2ാമത്തെ ദിവസം പള്ളിയിലൊരു കല്യാണത്തിൻ്റെ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷോട്ടൊക്കെ വെച്ചു, ആക്ഷൻ പറഞ്ഞ് ഇപ്പോൾ കല്യാണം പെണ്ണിൻ്റെ ഇപ്പുറത്ത് വിജയൻ ചേട്ടൻ ചായക്കട വേഷത്തിൽ നിൽക്കുക. വിജയ, ഇന്നലെ നമ്മുടെ ഇത് കഴിഞ്ഞല്ലേ, ആ സീനിൽ വിജയനില്ല. അന്ന് കല്യാണത്തിൻ്റെ സീനാത്, മാറിപ്പോ. ഞാൻ പോവില്ല. അതെന്താ? ഞാൻ ഈ നാട്ടിലെ ചായക്കടക്കാരനല്ലേ, എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടെന്നേ, എനിക്ക് വരാൻ പാടില്ല, കല്യാണം കൂടാൻ പാടില്ല. അതുപോലെ നമ്മുടെ മമ്മിക്കയുടെ സിനിമ ഭദ്ര എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുത്ത ഹൊറർ സിനിമ ജഗദീഷ് ചേട്ടനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നൈറ്റ് സീനാണ്. അപ്പോൾ അതിനകത്തൊരു സീൻ എന്ന് വെച്ചാൽ വിജയൻ ചേട്ടൻ പ്രേതത്തെ കണ്ട് പേടിക്കുന്ന സീനാണ്. അപ്പോൾ ഫുള്ള് ഹൊറർ അറ്റ്മോസ്ഫിയറൊക്കെയാണ്. പ്രൊപ്പല്ലർ 2 സൈഡിൽ നിന്ന് പ്രൊപ്പല്ലറൊക്കെ വെച്ച് കാറ്റും ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളി വരുന്നു, യക്ഷി വന്നു, ആക്ഷൻ പറഞ്ഞ് പേടിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി ചിരിക്കുക, ഭയങ്കര ചിരി, ക്ലോസാണ് വച്ചേക്കണേ. അപ്പം മമ്മിക്ക് ദേഷ്യം വന്ന്, കട്ട് വിജയ, ഇത് പ്രേതമായി വന്നത്, ചിരിക്കരുത്, പേടിക്കണം. ഞാൻ പേടിക്കാം, കുഴപ്പമില്ല, പേടിക്കാം. ഓക്കെ, അടുത്ത് പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു, പിന്നെയും ചിരിക്കുക. എൻ്റെ വിജയ, ഇത് പറയണം മനസ്സിലാവണില്ലേ? പേടിക്ക്, ഞാൻ പേടിക്കണ്ടെന്നേ. പിന്നെ ചിരിക്കണല്ലോ, ഈ പ്രൊപ്പല്ലർ വെച്ചിട്ട് കിറി 2 സൈഡിലേക്ക് പോണതാണ്. ഞങ്ങളുടെ അച്ചാച്ചൻ്റെ കാര്യമാണ്. അതായത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ആക്ഷൻ ഷൂ ഇറങ്ങിയൊരു ടൈമുണ്ടല്ലോ, ആക്ഷൻ്റെ ഷൂ. അപ്പോൾ അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ കശുവണ്ടിയൊക്കെ പറക്കി കൂട്ടി വെച്ച്, ഈ വിഷ്കൈഡം കിട്ടുന്ന പൈസയും ഇതൊക്കെ കൂട്ടി വെച്ച് 600 രൂപ കൊടുത്തിട്ട് വൈറ്റ് ഷൂ മേടിച്ച് രാവിലെ സ്കൂളിൽ പോകാൻ നിർത്തി ഇതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. പച്ചാച്ചൻ കുറേ നേരമായിട്ടോട് നോക്കിക്കൊണ്ടിരിക്കുക, ഒരു പിടുത്തമില്ല. ഇതെന്നത്? ഇത് ഷൂവാ, ആക്ഷൻ്റെ ഷൂ. ഇതിനെത്ര പൈസയോ? പൈസയൊന്നുമല്ല, ഇത് 1-2 രൂപയുടെ മുതലല്ല, ആക്ഷൻ്റെ ഷൂ 600 രൂപയാണ്. 600 രൂപ കൊടുത്തിട്ട് നിനക്ക് ഈ വള്ളിയിട്ട് കൂട്ടിക്കെട്ടണാണോ കിട്ടിയെന്ന്? ഈ അച്ചാച്ചൻ ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടിൽ പോവാം. അപ്പോൾ അന്ന് ഈ DD2-ലൊക്കെ ഉച്ചയ്ക്ക് സിനിമയുള്ള കാലം. അപ്പോൾ പുള്ളി വണ്ടിയൊക്കെ കിട്ടി അവിടെ ചെന്നപ്പോൾ താമസിച്ചു പോയി. CBI ഡയറക്കുറിപ്പാണ് സിനിമ. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു 3/4 ഭാഗം കഴിഞ്ഞായിരുന്നു. അവിടെ ചെന്നപ്പോൾ ലാസ്റ്റ് ഭാഗം കണ്ട. പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി മറ്റേ കേസന്വേഷണവും പോലീസ് പടമൊക്കെ ഇഷ്ടപ്പെട്ട ആളാണ്. പുള്ളിയെ കണ്ട് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി വൈകുന്നേരമായപ്പോൾ വീട്ടിലൊന്ന് വെച്ച് പറഞ്ഞു, നല്ലൊരു പടം കണ്ടു വന്നു. സൂപ്പർ പടം എന്ന് വെച്ചാൽ സൂപ്പർ പടം, ഒരു രക്ഷയില്ല, ഭയങ്കര കേസന്വേഷണമാണ്. ഏതാ ചാച്ച പടം? കൃഷ്ണകൃപ ഫിലിംസ് പടത്തിൻ്റെ പേര്. ഇപ്പൊ കഥ പറഞ്ഞല്ലോ, കൃഷ്ണകൃപ ഫിലിംസ് വായിക്കുന്നത് മാറിപ്പോകുന്നതാണ്. അപ്പോൾ 1983 എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയത്ത് ഈ സിനിമയുടെ പോസ്റ്ററുകളിൽ എപ്പോഴും ഈ അക്കങ്ങൾ എഴുതുന്നത് ഇത് ഓടിയ ദിവസങ്ങളാണല്ലോ, 126-ാം ദിവസം, 100. ഇതിൽ 1983 എന്നൊക്കെ അക്കത്തിലാണ് എഴുതിയിരിക്കുന്നത്. അക്കം വിട്ടേക്ക്. സിനിമ 100 ദിവസം കണ്ടാകാറായപ്പോൾ കപ്പടിച്ച് അങ്ങനെ ഒരു പോസ്റ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു മൊത്തം.
അപ്പോൾ എൻ്റെ വണ്ടി ഓടിക്കുന്ന സുഹൃത്തിൻ്റെ ഭാര്യ സിനിമയ്ക്ക് പോയി. കുറേ ദിവസം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സിനിമ ഏതാ കണ്ടേ? ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടൊരു സിനിമ കണ്ടായിരുന്നു. ഞാൻ ഏതാ പടം? കപ്പടിച്ചേ. രമേശേട്ടാ ഇതുപോലെ നമ്മുടെ അവിടെ കൂവപ്പടിയിൽ ധന്യാന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചായക്കടയിലെ പോസ്റ്റർ ഒട്ടിക്കണേ. അപ്പോൾ അവിടെ പോയാണ് അച്ചാച്ചനൊക്കെ ചായ കുടിക്കണേ. അപ്പോൾ അവിടെ ഈ മനോജ് കെ ജയനും വാണി വിഷ്ണുവൊക്കെ ഉള്ള മാന്ത്രിക കുതിര എന്നും പറഞ്ഞിട്ട് പടം വന്നിട്ട് അതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചേക്കുക. അപ്പോൾ രാവിലെ കുറച്ച് കാരണന്മാരൊക്കെ ചായ കുടിക്കുന്നുണ്ട്. ഈ അച്ചാച്ചനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ പടം കലക്കും, ഇത് ഭയങ്കര വിവാദമായിരിക്കും ഈ പടം, നോക്കിയോട്ടോ ഭയങ്കര വിഷയമായിരിക്കും. അതിനാട്ടാ മന്ത്രിക്കെതിരെയല്ലേ എന്ന്. മമ്മിക്ക എന്ന് പറയുന്നത് ഞാൻ ഹീറോയെ കപ്പൽ മുതലാളി എന്ന് പറഞ്ഞ പടത്തിന്റെ നിർമ്മാതാവാണ്. മമ്മിക്ക ഒരു വലിയ കോമഡി പ്രസ്ഥാനമാണ്. അദ്ദേഹം നല്ലൊരു കലാസ്നേഹിയാണ്. അദ്ദേഹം ഞങ്ങളൊരിക്കൽ അബുദാബിയിൽ ഒരു ഷോ കഴിഞ്ഞിട്ട് ദുബായിലോട്ട് വരും. അപ്പോൾ ഷോ ചെറുതായിട്ട് മോശമായി. അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് മോശമായാലും സംഘാടകർ പൈസ കുറയ്ക്കാൻ വേണ്ടി നല്ലോണം മോശമായി എന്ന് പറയും. ഒരു ബസ്സിൽ ഞങ്ങളെല്ലാം കൂടെ വരുമ്പം ഷോ കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുകയാണ്. ഞങ്ങളെല്ലാം കൂടെ ചെറിയ ചിരിയും കളിയൊക്കെ ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ ഈ നടത്തിപ്പുകാർ മമ്മിക്കനെ വിളിച്ചിട്ട് ഷോ നന്നായില്ല എന്ന് എന്തോ മറ്റോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതറിയുന്നില്ല. പെട്ടെന്ന് മമ്മിക്ക് ബാക്കിലിരിക്കുമ്പം ഡ്രൈവറോട് ചോദിച്ചു, അതേ ഈ ബസ്സിൽ മൈക്കുണ്ടാ മൈക്ക്? അപ്പോൾ നമ്മളോർത്ത് ഇനി പാട്ട് തുടങ്ങാൻ പോവാണ് വണ്ടിയിൽ. എല്ലാവരും കൂടെ പാട്ടും എൻജോയ്മെൻറ്റും ഒക്കെ ഇരുന്നത്. ഡ്രൈവർ പറഞ്ഞു, ആ മൈക്കെടുത്തൊന്ന് കുത്തിക്കാന്നേ, എല്ലാവരും ഇങ്ങനെ ഉറങ്ങിപ്പോയാൽ അങ്ങനെ ശരിയാവണേ, മൈക്കെടുത്ത് കുത്ത്. എന്നിട്ട് അയാൾ കഷ്ടിച്ച് മൈക്കൊക്കെ കുത്തി മൈക്ക് ഉണങ്ങി കഴിഞ്ഞപ്പം ഉറങ്ങല്ലേട്ടോ ഒരു സാധനം കേൾപ്പിച്ചു തരാ എന്നിട്ട് പുള്ളിനെ തിരിച്ചു വിളിച്ചിട്ട് മൈക്ക് വെച്ചിട്ട് ഇനി പറഞ്ഞോ എന്നിപ്പോൾ അയാൾ എന്നാ ഷോയാ നിങ്ങളീ കാണിച്ചത്, ഞങ്ങളുടെ ഇതും പോയി അതും പോയിട്ട് ബസ്സിലുള്ള എല്ലാവരും ഉറങ്ങിയ പോലെ മിണ്ടാതെ കിടന്ന് 5 മിനിറ്റ് ചീത്ത മൈക്കിൽ കൂടെ വിളിക്കുന്നത് കേൾപ്പിച്ചു തന്നു പുള്ളി. ഞങ്ങളുടെ ട്രൂപ്പിലെടുത്തൻ ഭയങ്കര അനൗൺസ്മെന്റ് ഉണ്ട്. ഇപ്പം മനസ്സിനക്കരെ എന്ന് പറയുന്ന പടത്തിലെ മറക്കുടയാൽ എന്ന് പറയുന്ന പാട്ട് പുള്ളി അനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പാട്ട് കഴിഞ്ഞു, താങ്ക് യു മണ്ണിന്റെ മണമുളകത്തകൾ മലയാളിക്ക് സമ്മാനിച്ച തകഴി ശിവശങ്കരപ്പിള്ളിയുടെ പൊന്തൂകലയിൽ നിന്ന് മുതിർന്നു വേണ്ട ചെമ്മീൻ എന്ന നോവലിലെ കറുത്തമ്മ എന്ന കഥാപാത്രത്തെ രാമുക്കാരിയായിട്ട് വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചപ്പോൾ അതിലെ കറുത്തമ്മയെ വേഷമണിഞ്ഞ ശീല വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി ഇസൈஞானி ഇളയരാജ ഈണം പകർന്ന എം ജി ശ്രീകുമാർ പാടിയ ഗാനം വറക്കുടയാൽ ആലപിക്കുന്നു കിഷോർ. ഇത്രയും ഒരു ആവശ്യമില്ല, ഇത്രയും മിനിമം ഒരു പാട്ടിന് വീതം ഗംഭീരമായിട്ട് അനൗൺസ് ചെയ്യുന്ന ഒരാളാണ്. 5 അനൗൺസ്മെന്റും 5 പാട്ടും മതി ഒരു ഷോ. 5 പാട്ട് മതി ഒരു ഷോയ്ക്ക്. അപ്പൊ ചില ആരംഭിക്കുന്നു ഇങ്ങനെയൊക്കെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഭയങ്കര രസമാണ്. ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ വൈക്കത്തിനടുത്തൊരു പ്രോഗ്രാമാണ്, ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ സാധനം ഗംഗയാർ പിറക്കുന്നു എന്നുള്ള പാട്ടാണ് പാടുന്നത്. അപ്പോൾ പുള്ളി, സുഹൃത്തുക്കളെ, പരിശുദ്ധം പരിഭവനമായി മണ്ഡലകാല മഹോത്സവം ആരംഭിച്ച് അതിമനോഹരമായ ഭക്തിഗാനത്തോടുകൂടി ഗാനമെല്ലാം ആരംഭിക്കുകയാണ്. ആദ്യ ഗാനം ഗംഗയാർ പിറക്കുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്നൊരു 40 പേര് എണീറ്റ് അങ്ങ് പോയി. 40 പേര് എണീറ്റ് പോയതും എന്താണെന്നറിയില്ല, എണീറ്റ് ഓടുക ചെയ്തേ. ഉടനെ തന്നെ കമ്മിറ്റിക്കാർ ബാക്കുവരുന്ന് അതിനെ തോന്നിയ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ ആൾക്കാർ പോയത്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തല ഭാഗത്തു നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവൻ ഗംഗാർ പിറക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടത്, പുറത്ത് കേട്ടത് ജങ്കാർ പുറപ്പെടുന്നു എന്നാണ്. ജങ്കാറിന് ചേർത്തലയ്ക്ക് പോകേണ്ട ആൾക്കാരാ 40 പേര്. ജങ്കാർ പുറപ്പെടുവാണെങ്കിൽ എനിക്ക് ആനോടെ കേൾക്കാൻ പറ്റൂല്ലോ എന്നും പറഞ്ഞിട്ടുള്ള ഒറ്റ ഓട്ടം. ഞാൻ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിന് മുമ്പ് അവിടുത്തെ കുട്ടികളുടെ ഡാൻസ് ഉണ്ട്, ഒരു 3-4 ഡാൻസ്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷോ തുടങ്ങണം. അത്ര 3-4 ഡാൻസ് അവർ കളിക്കുകയുള്ളൂ. ധർമ്മജനാണെങ്കിൽ എത്തിയിട്ടില്ല. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് ഇവനുണ്ട് താനും, ഞാനും ഇവനും കൂടെ മുഴുവൻ സ്കിറ്റും. ഇവനാണ് എത്തിയിട്ടുമില്ല. ഞാൻ വിളിച്ചിട്ട് ഇവൻ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഇവൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഇപ്പോൾ തീരും, നീ ടെൻഷൻ അടിക്കണ്ട, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്തും. എനിക്ക് ഈ ഉത്സവ പറമ്പിൻ്റെ സൗണ്ട് കേൾക്കാം, അത്ര അടുത്ത് ഞാൻ എത്തി, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വെച്ചു. ഇവൻ ഇതൊക്കെ കള്ളവും പറയാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം ഞാനിത് ടെൻഷനുണ്ട്, ഇവൻ അടിക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ടെൻഷനുണ്ട്. ഫോൺ ഓഫ് ചെയ്ത് ഫോൺ ഓഫായി പോയി. 4 ഡാൻസ് ഏകദേശം കഴിയാറായി. ഇത് കഴിഞ്ഞാൽ പരിപാടി തുടങ്ങണം. ഞാൻ ആ ഡാൻസ് ടീച്ചറോട് എന്ന് ചോദിച്ചു, ഒരു ഡാൻസും കൂടി ഇടാമോ എങ്ങനെയെങ്കിലും? അപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ വർഷം കളിച്ചൊരു ഡാൻസ് ഉണ്ട്, അതിൻ്റെ CD എന്തേ, ആ CD പെട്ടെന്ന് കൊണ്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഡാൻസും കൂടി അറേഞ്ച് ചെയ്തു. ധർമ്മജം വരുന്നില്ല. പിന്നെ ഞാൻ ആ ഡാൻസ് ടീച്ചർ പറഞ്ഞു, ഒരെണ്ണം. അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലത് 4 എണ്ണം കളിച്ചിട്ട് ഇനി മോശം കളിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കുമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, ഒരെണ്ണം കൂടെ പറഞ്ഞു. അവർ ഒരെണ്ണം കൂടെ കളിച്ചു. ധർമ്മജൻ എത്തിയിട്ടില്ല. ഞാൻ പിന്നെയും ഡാൻസ് അടുത്ത ഇനി ചോദിക്കാനാണ് എൻ്റെ അടുത്തേക്ക് വരരുത് ഞാൻ അതല്ല. ഇപ്പം ഞാനിങ്ങനെ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ഡാൻസും കൂടെ കളിക്കാമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരത്ത് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. പുള്ളിക്കാരത്ത് തന്നെ എന്നാൽ ഒരെണ്ണം ഞാനങ്ങ്
കലക്കാം, പഴയ ഒരു ഐറ്റം ഇടാന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി കോസ്റ്റ്യൂമൊന്നുമില്ല, ഉടുത്ത ചുരിദാറുമായിട്ട് ഷാൾ എടുത്ത് അരയെ കെട്ടിയിട്ട് കളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് സ്റ്റേജിൻ്റെ സൈഡിൽ വന്നിങ്ങനെ നിൽക്കും. പുറത്തേക്ക് നോക്കുമ്പം നേരെ ഫ്രണ്ടിൽ ആൾക്കാരുടെ ഇടയിൽ കടലയും തിന്നുകൊണ്ട് ധർമ്മൻ ഇരിക്കുക. പരിപാടിക്ക് വന്നിട്ട് അവൻ അവിടെ ഇരുന്ന് കടലയും തിന്നുകൊണ്ടിരിക്കുക. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഞാൻ ഒരാളെ വിട്ട് ഇങ്ങ് വിളിപ്പിച്ച് പുറത്തോട്ടപ്പോൾ എന്ത് തോന്നിയാ സോടെ കാണിക്കുന്നത്, എന്ത് ഉത്തരവാദിത്വം നിനക്ക്, നീ വരണ്ടേ എന്ന് വെച്ച് പിയും പറയാം പിള്ളേരുടെ പരിപാടി കഴിയാണ്ട് നമ്മുടെ പരിപാടി തുടങ്ങുമല്ലോ എന്ന്. പ്രതിഭേട്ട വളരെ മനോഹരമായൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. പ്രദീപ് പ്രസൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ നിർമ്മലവും അത്ര വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രദീപ് ചെയ്തത്. അല്ല അതെന്താ വെച്ചാൽ ജെനുവിനാ. പുള്ളി പോയിട്ട് ഈ പറ്റിയ ആളോട് ഞാൻ ഈ കഥ അവിടെ പോയി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ച് അനുവാദം മേടിച്ച് വന്ന് പറയാ. പ്രദീപേ ഓൾ ദി ബെസ്റ്റ്, അടിപൊളി. താങ്ക് യു. താങ്ക് യു.